ഹായ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഇഫ്താർ സ്പെഷ്യൽ സ്നാക്കായ കോഴിയടയാണ്. ഞാൻ ഈ മസാല പ്രിപ്പയർ ചെയ്യുന്നത് നല്ലപോലെ ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ടാണ് കേട്ടോ. അതുകൊണ്ട് നമുക്കിതൊരു 1 to 2 month വരെ കേടുകൂടാതെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പം നമുക്കിനി കോഴിയട പ്രിപ്പയർ ചെയ്യാം. ഇതൊക്കെയാണ് കേട്ടോ ഇൻഗ്രീഡിയൻസ്. ഞാൻ ഈ മസാല വെച്ച് ഒരു 200-250 കോഴിയട ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഞാനിത് ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റ് നമുക്ക് ചിക്കൻ കുക്ക് ചെയ്യാം. അതിലായി ഒരു പാത്രത്തിലോട്ട് ചിക്കൻ ഇടാം. ഞാനിവിടെ 500 gram ബോൺലെസ് ചിക്കനാണ് കേട്ടോ എടുത്തത്. ഇതിലോട്ട് 2 ടീസ്പൂൺ നോർമൽ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്. ഇതിലോട്ട് 1/4 കപ്പ് വെള്ളം ഒഴിച്ച് നമുക്കിത് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നല്ലപോലെ വേവിച്ചെടുക്കാം. ഇത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇപ്പോൾ ചിക്കനൊക്കെ ഓൾമോസ്റ്റ് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലെ വെള്ളം കംപ്ലീറ്റ് വറ്റിച്ചെടുക്കാം. ഇതിലെ വെള്ളമൊക്കെ ഇപ്പോൾ കംപ്ലീറ്റ് വറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്കൊന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇതുപോലെ ക്രഷ് ചെയ്തെടുത്ത് ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിതിൻ്റെ മസാല പ്രിപ്പയർ ചെയ്യാം. അതിനായിട്ട് ഞാൻ കുറച്ച് വലിയൊരു പാത്രമാണ് കേട്ടോ എടുക്കുന്നത്. ഇതിലോട്ട് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടാകുമ്പോൾ ഇതിലോട്ട് നമുക്ക് സവാള ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇതിലോട്ട് ഒരു കുഞ്ഞു സവാളയെ എടുക്കുന്നുള്ളൂ കേട്ടോ. ഇതിനെ നമുക്കൊരു 2 മിനിറ്റ് വഴറ്റാം. അതിനുശേഷം ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്ത് ഇതും ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ നമുക്കിത് വഴറ്റിയെടുക്കണം കേട്ടോ. ഇനി ഇതിലോട്ടേക്ക് ചോപ്പ് ചെയ്ത 4 പച്ചമുളകാണ് കേട്ടോ ഞാൻ ആഡ് ചെയ്യുന്നത്. ഇതും നമുക്കൊരു 30 സെക്കൻഡ് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലോട്ടേക്ക് ചോപ്പ് ചെയ്ത കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊക്കെ നല്ലപോലെ വഴറ്റിയെടുക്കാം. ഇത് ഇപ്പം നല്ലപോലെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് മസാലപ്പൊടികൾ ആഡ് ചെയ്യാം. ഇതിലോട്ടൊരു 3 ടീസ്പൂൺ നോർമൽ മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ വലിയ ജീരകത്തിൻ്റെ പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 2 ടീസ്പൂൺ ചിക്കൻ മസാല. ഇതൊക്കെ ചേർത്ത് നല്ലപോലെ വഴറ്റുക. മസാലയുടെ പച്ചമണം കംപ്ലീറ്റ് മാറണം കേട്ടോ. ഇനി നമുക്ക് ഇതിലോട്ട് നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ച ചിക്കൻ ആഡ് ചെയ്യാം കേട്ടോ. 2 കപ്പ് ഗ്രേറ്റ് ചെയ്ത കോക്കനട്ടും ആഡ് ചെയ്യാം. ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിടാം. ചിക്കനിൽ നമ്മൾ നേരത്തെ ഉപ്പിട്ടിട്ടുണ്ട് കേട്ടോ. ഈ തേങ്ങയ്ക്ക് ആവശ്യമുള്ള ഉപ്പ് ഇടണ്ട കേട്ടോ. ഇതിന് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നല്ലപോലെ റോസ്റ്റ് ചെയ്തെടുക്കണം. കരിഞ്ഞു പോകാണ്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഇത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വന്ന് ഇളക്കി കൊടുത്താൽ മതി. അവിടെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മളിതിനെ റോസ്റ്റ് ചെയ്തിരിക്കണമെന്നില്ല. ഇപ്പോൾ ഏകദേശം ഇതിൻ്റെ കളറൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് കുറച്ചും കൂടി റോസ്റ്റ് ചെയ്തെടുക്കാം. ഇത് നല്ലപോലെ റോസ്റ്റ് ചെയ്തെടുത്താൽ നമുക്കിത് ഒരു 1 to 2 month വരെ കേടുകൂടാതെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് പാകം. ഇത് അത്യാവശ്യം നമ്മൾ കൈകൊണ്ട് എടുക്കുമ്പോൾ നല്ല മുരിഞ്ഞിരിക്കണം. അപ്പം നമ്മൾ കോഴിയടയ്ക്കുള്ള മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ.
ഇനി നമുക്ക് കോഴിയട പരത്താനുള്ള ഡോ മേക്ക് ചെയ്യാം. അതിനായി ഒരു ബൗളിലോട്ട് 500 ഗ്രാം മൈദയാണ് കേട്ടോ ഞാൻ എടുത്തത്. ആവശ്യത്തിനുള്ള ഉപ്പ്, 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഞാനിവിടെ എടുത്തത്. ഇതൊക്കെ ചേർത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് നല്ല സോഫ്റ്റ് ഡോ മേക്ക് ചെയ്തെടുക്കാം. അപ്പം നമ്മൾ സോഫ്റ്റ് ആയിട്ടുള്ള ഡോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട, നമുക്കപ്പം തന്നെ പരത്തി സ്റ്റാർട്ട് ചെയ്യാം. ഇനി ഇതിൽ നിന്ന് നമുക്കൊരു വലിയ പോർഷൻ എടുക്കാം. കാരണം വലിയ പോർഷൻ എന്ന് പറയാൻ കാരണം ഇത് അത്യാവശ്യം നമുക്ക് പരത്താനുണ്ട്. ഇനി നമുക്കിത് പരത്തി സ്റ്റാർട്ട് ചെയ്യാം. ഇതിലോട്ട് ആവശ്യത്തിന് മൈദ ഇട്ട് കൊടുക്കണം, ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് കേട്ടോ. ഇത് നല്ല തിന്നായിട്ട് തന്നെ പരത്താൻ ശ്രദ്ധിക്കണം കേട്ടോ. ഈ കട്ടി കൂടുമ്പോൾ കൊയ്യാട കുറച്ച് ഹാർഡായിരിക്കും. ഇനി നമുക്ക് ഇതിനെ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. അതായത് നിങ്ങൾക്ക് എന്ത് ഷേപ്പർ യൂസ് ചെയ്യാം കേട്ടോ. ആ പരത്തിയ ഡോ കംപ്ലീറ്റ് ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി ആ റൗണ്ട് പീസൊക്കെ നമുക്ക് ഓരോന്നായിട്ട് അതിൽ നിന്ന് എടുത്ത് മാറ്റി വയ്ക്കാം. ഈ എടുത്ത് മാറ്റുന്നത് ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ, അതുകൊണ്ടാട്ടോ. ഇനി ഓരോ റൗണ്ട് പീസ് എടുക്കാം, എന്നിട്ട് അതിൽ മസാല ഫില്ല് ചെയ്യാം. നിറയെ മസാല ഫില്ല് ചെയ്യാറ്, കാരണം പെട്ടെന്ന് പൊട്ടിപ്പോവും ഫ്രൈ ചെയ്യുമ്പോൾ. ഇനി ഇതൊന്ന് ഇതുപോലെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിനെ ജസ്റ്റ് ഒന്നിങ്ങനെ കുഞ്ഞു കുഞ്ഞു പീസ് എടുത്തിട്ട് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ കോഴിയടയിൽ നിന്ന് മസാല പുറത്തേക്ക് വരാൻ ചാൻസ് ഉണ്ട്. ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഒരു ഫോർക്ക് എടുത്തിട്ട് ഇതുപോലെ സൈഡ് കംപ്ലീറ്റ് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇതുപോലെ കംപ്ലീറ്റ് കോഴിയട നമുക്ക് പ്രിപ്പയർ ചെയ്തെടുക്കാം കേട്ടോ. അപ്പം ഞാൻ കംപ്ലീറ്റ് കോഴിയടയും ഇവിടെ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാം. അതിനായിട്ട് ഓയിൽ ചൂടാക്കാം. ഇനി കോഴിയടയൊക്കെ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ തന്നെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഇത് പെട്ടെന്ന് തന്നെ ഫ്രൈ ആവും കേട്ടോ. ഇത് ചിപ്സൊക്കെ ഫ്രൈ ചെയ്യുന്നത് പോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കണം. ഇതിപ്പം ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി നമുക്കിത് ഓയിലിൽ നിന്ന് മാറ്റാം. അപ്പം നമ്മുടെ നല്ല ക്രിസ്പി ആയിട്ടുള്ള കോഴിയട ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. Thank you for watching.